അറിയും. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭക്ഷണത്തിൻ്റെ സാത്വിക, രാജസിക, താമസിക ഭാവത്തെക്കുറിച്ചാണ് ഭഗവാൻ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 10 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. സാത്വികമായിട്ടുള്ള മനസ്സ്, ചിന്തയുള്ളവർ സാത്വികമായ ആഹാരത്തെ ഇഷ്ടപ്പെടുന്നു. ഏതൊക്കെയാണ് സാത്വികമായ ആഹാരങ്ങൾ? കൊഴുപ്പുള്ളത്, അതുപോലെ കൂടുതൽ എരിവും പുളിവും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ഇത്യാദികളൊക്കെ. നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ അവർണർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പഴയകാലത്തെ ഭക്ഷണ രീതികളെല്ലാം തന്നെ സാത്വികമാണെന്ന് കാണാൻ സാധിക്കും. ഇപ്പം ചേമ്പിൻ്റെ തണ്ട്, താളെന്നാണ് പറയുക. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലെ ചെറിയ ഈ നമ്മൾ മുരിങ്ങയുടെ ഇതിൻ്റെ നാര് പുറത്തുള്ള അതിനെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ എടുക്കുമല്ലോ, അതേപോലെ ഈ ചേമ്പിൻ്റെ തണ്ടിൽ നിന്ന് അത് മാറ്റും. ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് മാറ്റുന്നത്. മുഴുവനായിട്ടല്ല, ഒന്നങ്ങോട്ട് വലിച്ച് വീശി വിടും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അത് പരിപ്പിട്ട് വേവിച്ച് അത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് കടുക് പൊട്ടിച്ച് 2 കറിവേപ്പിലയോ വറ്റൽ മുളക് 2 മുറിച്ചിട്ടാൽ താള് കറി എന്ന് പറയും. ശുദ്ധ സാത്വികമാണ് ഈ താള് കറി. തകര എന്ന് പറയുന്നതിൻ്റെ തോരൻ, കഞ്ഞി. പണ്ടത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആഹരിച്ചിരുന്നതെല്ലാം തന്നെ സാത്വിക ആഹാരമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പയർ മുളപ്പിച്ചത്, അതുപോലെ കൊഴുപ്പുള്ളത് വെണ്ടയ്ക്കയൊക്കെ വെറുതെ ഒരു ഇത്ര നീളത്തിലോ ഒക്കെ 4 കഷ്ണാക്കി ചീന്തിയിട്ട്, നീളത്തിൽ ചീന്തിയിട്ട്, ഇതേപോലെ കടുക് പൊട്ടിച്ച് അതിൽ ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഈ പറഞ്ഞ പോലെ പച്ചമുളകും ഒരു 2-3 എണ്ണം അരിഞ്ഞ് അതിലിടണം. എന്നിട്ട് അത് റോസ്റ്റ് ആവണം. പച്ചമുളക് പോലെ അവസാനമല്ല ഇടണം. എന്നിട്ട് അതിലേക്കാണ് കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ളതിൽ നമ്മൾ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ആവാം, കുറച്ച് കുരുമുളക് വേണമെങ്കിലാവാം. എന്നിട്ട് ഈ അരിഞ്ഞ വെണ്ടയ്ക്ക ഇടുന്നത്, അതൊക്കെ ഒന്ന് വെറുതെ ഒരു 2 മിനിറ്റ് മതി. അത് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റ് മതി, ധാരാളമാണ്. അല്ലാതെ അതിങ്ങനെ വല്ലാതെ ഇതായി പോകരുത്. ചിലർ ഡീപ്പായിട്ട് അതിനെ കറുത്ത കളറാക്കി എടുക്കും. അത് വേറൊരു ടേസ്റ്റാണ്. അത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കും. ഇത് വേറൊരു രീതി. അല്ലാത്തതും ഇത് നല്ല സാധനമാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം ഉപയോഗിക്കാം. ഈ സാത്വികമായ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാം തന്നെ. ഒരു ഗോതമ്പ് മാവ് കലക്കി ദോശ ഇടുകയാണെങ്കിൽ എന്ത് എളുപ്പമുള്ള പരിപാടിയാണ്. അതും ഇതുപോലെയാണ്. ചെറിയ ഉള്ളിയും എന്തെങ്കിലുമൊക്കെ കടുകിൽ പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് ആ വറവ് അങ്ങനെ തന്നെ മാവിലിട്ടിട്ട്, എത്ര ദോശയാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മാവിലിട്ട് ഇളക്കിയിട്ട് കുറച്ച് ചീരയോ മുരിങ്ങയുടെ ഇലയോ എന്ത് വേണമെങ്കിലും ഇലകളിടാം. 2-3 കുറച്ച് കറിവേപ്പിലിടാം. ആ ദോശ ഇട്ട് നോക്കും, എന്ത് ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വളരെ രുചികരമായിട്ടാണ് തോന്നാറ്. ചിലപ്പോഴൊക്കെ വല്ലവരുമൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറയാറുണ്ട്. ഇതൊക്കെ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. അമ്മയും ചേച്ചിയും ഒക്കെ ഇതിൻ്റെ അങ്ങനെ പരമ്പരയാൽ ഓരോരുത്തർക്ക് കിട്ടി പോന്നിട്ടുള്ളതാണ്. തക്കാളി, ഉള്ളി രണ്ടും കൂടെ വെള്ളം ഒന്നും ഒഴിക്കാതെ, ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക് പൊട്ടിച്ച് ഇതെല്ലാം ദോശയ്ക്ക് ഇത് മിക്സിയിലിട്ട് അടിച്ച് നല്ല എന്താ പറയുക ചട്ടണി പോലെയൊക്കെ ആക്കി എടുക്കുന്നവരും ഉണ്ട്.
അതിൽ കൂടുതൽ എരിവും ഇതുമൊക്കെ ചെല്ലുമ്പോഴാണ് അത് രജോ ഗുണമായി തീരുന്നത്. അപ്പം ഇതിൻ്റെ യുക്തി എന്താണെന്നൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫുഡ് ഫോർ തോട്ട് എന്നുള്ളത് ഒരു പാശ്ചാത്യ ചിന്തയല്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പാശ്ചാത്യ ലോകത്ത് അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം, നല്ലത്. അന്നമയം ഹി സൗമ്യ മനഃ. കുട്ടി, കഴിക്കുന്ന അന്നമാണ് മനസ്സായി പരിണമിക്കുന്നത്. നമ്മൾ ആ ഉപനിഷത്ത് എടുക്കും, 6-ാം അധ്യായം തത്വമസി മഹാവാക്യം. ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്നതാണ്, അന്നമയം ഹി സൗമ്യ മനഃ. അല്ലയോ കുട്ടി, മനസ്സ് അന്നമയമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന അന്നത്തിൻ്റെ, എങ്ങനെയാണ് കഴിക്കുന്ന അന്നം മനസ്സായി തീരുന്നത് എന്നൊക്കെ അവിടെ വിസ്തരിക്കുന്നുണ്ട്. നമ്മൾ ആ ഉപനിഷത്ത് എടുക്കുന്നത് കൊണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഈ കഴിക്കുന്ന അന്നമാണ് മനസ്സാകുന്നത്, മനസ്സാണ് നമ്മുടെ വാക്കാവുന്നത്, വാക്കാണ് നമ്മുടെ പ്രവൃത്തിയാവുന്നത്, പ്രവൃത്തിയാണ് പെരുമാറ്റം, അതാണ് സംസ്കാരം. അപ്പം നമ്മുടെ സംസ്കാരത്തെ പോലും നിശ്ചയിക്കാനുള്ള ഒരു സ്വാധീനം ഈ ആഹാരങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഏത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ഹൃദ്യം എന്ന് തോന്നുന്നത് ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് വളിച്ചതും പുളിച്ചതും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെളുപ്പടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഉണ്ടല്ലോ. ചിലർക്ക് ഇന്നതൊക്കെയാണ് ഇഷ്ടം. ഈ നോർത്തിലൊക്കെ, ഈ ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ആന്ധ്രയുടെയൊക്കെ ചെട്ടിനാട് എന്നൊക്കെ പറയുന്നത്, ഡൽഹിയിൽ അവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയുക, ഓടും അവിടുന്ന്. നമ്മളൊക്കെ സ്വതവേ സൗത്ത് ഇന്ത്യൻസ് മുളക് അല്പം കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. കേരളം സ്പൈസസിൻ്റെ നാടും കൂടെയാണ്. ന്യൂയോർക്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, യൂട്യൂബിലൊക്കെ ഉണ്ട്. എന്താണ്, പെപ്പർ ഗോസ്റ്റ് പെപ്പർ എന്നോ പെപ്പർ ഗോസ്റ്റ് എന്നോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളതാ, അമേരിക്കയ്ക്കാണ് അതിൻ്റെ പാറ്റൻ്റ് ഉള്ളത് ആ മുളകിന്. ആ മുളക് ഇട്ടിട്ട് നമുക്ക് എന്ത് ഡിഷാണോ വേണ്ടത് അത് അവരുണ്ടാക്കി തരും. ഇപ്പോൾ ഒരു ബൗളിൽ ബീഫാണ്, ചിക്കനാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് അവർ ഇട്ടിട്ട് ഉണ്ടാക്കി തരും. ആ ബൗൾ മുഴുവൻ കഴിച്ചാൽ നിങ്ങളതിൻ്റെ ഒരു കാശും കൊടുക്കണ്ട. നിങ്ങൾക്ക് അതിന് എന്തൊക്കെ കൂടെ അഡീഷണൽ വേണോ, ഐസ്ക്രീമോ തൈരോ എന്തൊക്കെ വേണോ, എരിവിനെ മാറ്റാൻ വെള്ളം എല്ലാം ഫ്രീ ആവും. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അത് ചെയ്യരുത്. ചിലർ തട്ടിപ്പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഇത് പാകം ചെയ്യുന്ന ആളുകളെ കാണണം. അവരെങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ ചന്ദ്രനിൽ പോയാൽ ആളുകൾ എങ്ങനെ ഉണ്ടാവും, ഭയങ്കര ജാതി ഫുൾ കവർ ചെയ്തിട്ടുള്ള ഹെൽമെറ്റും മറ്റേ അവർ ശ്വസിക്കാനും ശ്വാസോച്ഛ്വാസം നടത്തുന്ന ഒക്കെ എന്താ പറയുക, അങ്ങനെയുള്ളതാണ്. അതിലാണ് ഇവരിത് പാകം ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഈവൺ ഈ സാധനം ആമസോണിൽ നമുക്ക് വീട്ടിൽ വരുത്താനും പറ്റും, നമുക്ക് കിട്ടും. ഭയങ്കരമാണ് അതിൻ്റെ എരിവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കാന്താരി അത് ഇത് എന്നൊക്കെ പറയാം, ഒന്നുമല്ല. അവിടെയൊക്കെ ചില ഒരു വസാബി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അറബ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അമേരിക്കയിൽ വളരെ പോപ്പുലറാണത്. അതൊരു വൃക്ഷത്തിൻ്റെ ഒരു ചെടിയുടെ വേരാണത്. വെള്ള നിറത്തിലുള്ള സോസാണ്. ഒരിക്കൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്, നമുക്കറിയില്ലായിരുന്നു. പൊട്ടറ്റോ ചിപ്സിൻ്റെ കൂടെ നല്ലെണ്ണം എടുത്തിട്ട് നമ്മൾ കഴിച്ചതാണ്. തല മൊത്തം എന്തോ ആയിപ്പോയി.
ഒരു മിനിറ്റ് 2 മിനിറ്റ് നേരത്തേക്ക് നമ്മളവിടെ ഇരുന്നു. അതോടുകൂടി അതിൻ്റെ ഇത് കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ആ ഒരു മിനിറ്റ് തല മൊത്തം അടിച്ച് തെറിച്ചു പോയ പോലെ ഉണ്ടാവും. അതൊക്കെ അടിച്ച് വിടുന്ന ആളുകളുണ്ട്. വസാബി, നിങ്ങൾക്ക് ഏറ്റവും വീര്യം കൂടിയ സ്പൈസസ് ഏതൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓരോ പേരുകളുണ്ട്. ഏറ്റവും ഹോട്ടായിട്ടുള്ള സ്പൈസ് ഏതാണ്? അപ്പം അതാണ് ആർക്ക്, ഈ രജോഗുണികൾക്ക് അതാണ് വേണ്ടത്. ഈ നോർത്തിലൊക്കെ പോയാൽ കണ്ടില്ലേ നിങ്ങൾ, പച്ചമുളക് കടിച്ച് കഴിക്കുന്ന ആൾക്കാർ. വലിയ പച്ചമുളകൊക്കെ നമ്മൾ ഈ മുളകിൻ്റെ ബജ്ജി, മുളക് ബജ്ജി എന്ന് പറയുന്ന സാധനമുണ്ട്, അതിന് വലിയ എരിവൊന്നുള്ളതല്ല. ക്യാപ്സിക്കം പോലെ പച്ച കഴിക്കാവുന്നതാണ്. ക്യാപ്സിക്കത്തിനൊന്നും പെപ്പർ മുളകിൻ്റെ ഗണത്തിലേ പെടുത്തുന്നില്ല. അപ്പം നമ്മൾ നിത്യം ഉപയോഗിക്കാത്ത, നമ്മൾ കൂടുതലും ചുവന്ന മുളക് പൊടിപ്പിച്ചത്, പിന്നെ കാശ്മീരി മുളക് അത് കുറച്ച് നിറം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, പിന്നെ പലപ്പോഴും പൊടികളിലെല്ലാം വേറെയും കുറേ പൊടികൾ കുമ്മായൊക്കെ കലക്കിയിട്ടാണ് ഇത് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള തീവ്രമായ എരിവ്, അതുപോലെ തന്നെ പുളി, ഉപ്പ്, ഈ കറൂറ എന്ന് പറയുന്നതൊക്കെ പല ഇതുണ്ടല്ലോ, ആ ഹോട്ട് ചിപ്സ് ഉണ്ട് ഇതേപോലെ തന്നെ, അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അയ്യോ, ഒരിക്കൽ ഇതേപോലെ അവിടുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പാക്കറ്റ് മേടിച്ചതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സുഖമാണല്ലോ അതൊക്കെ കഴിക്കൽ. പൊട്ടറ്റോയിൽ ഉണ്ടാക്കിയതാണ്. ഞാൻ അമേരിക്കയിൽ ഇത് കാണുന്നവർക്ക് അറിയാം. അവിടെ ഈവൻ ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ട് ഇത് പലതും. പക്ഷേ അവിടെ പോയ വെറൈറ്റീസ് ഉണ്ട്. ദുബായിലൊന്നും ഇത്ര കണ്ടിട്ടില്ല. അത് തുറക്കുമ്പം തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് സൂക്ഷിക്കണം. കാരണം അതിലെ ഗ്യാസ് നമ്മളെ കണ്ണിലേക്ക് അടിച്ച പെപ്പർ സ്പ്രേ അടിച്ച പോലെ ഉണ്ടാവും. ചെറിയ പിള്ളേർ കഴിക്കുന്നത് കാണണ്ടേ അതൊക്കെ. ഈ തടിച്ച ആളുകളെയൊക്കെ കാണാൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെയുള്ള തടിയന്മാരൊന്നും ഒന്നുമല്ല. ഇവരുടെ മെയിൻ ഫുഡ് ഇത് തന്നെയാണ്. നമ്മളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ മെലിഞ്ഞവനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കാണുന്ന മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുക. തടിച്ചവരെ കാണുമ്പോൾ നമുക്ക് അത്ര തടി ഇല്ലയെന്ന് തോന്നും. പിന്നെ ഈ മാംസം അവർ കഴിക്കുന്നത് ആ ബ്ലഡോട് കൂടിയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അത് അധികം നമ്മൾ ആളുകൾ ചെയ്യുന്നത് പോലെ അങ്ങനെ വേവിക്കുക, കുക്കറിലിട്ട് 5 വിസിൽ, അങ്ങനത്തെ വിസിലടിയൊന്നും ഇല്ല. റോ ആണ്. അപ്പോൾ ഇത് കേവലം നമ്മുടെ മലയാളികളോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇന്ത്യയിലുള്ളവർ മാത്രം കഴിക്കുന്ന, ഇത് ലോകത്തിൽ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെയാണേ. കേടുവന്ന ഭക്ഷണം പാകം ചെയ്തിട്ട് കുറേ നേരം ഈച്ചയാർത്ത് ആ ഡൈനിങ് ടേബിളിൽ തന്നെ കിടക്കും. രാവിലെ കഴിച്ചതാ, അങ്ങനെ വാതിൽ പൂട്ടി പോയതാ, ഓഫീസിൽ പോയതാ, തിരിച്ചു വന്നപ്പോഴോ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും എടുത്ത് കഴിച്ചു. ഈ താല്പര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഗുണത്തിൻ്റെ സ്വാധീനത്തിലാണ്. ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നതാണ് വെജിറ്റേറിയൻ കഴിക്കാം. നോൺ വെജിറ്റേറിയനിലും അതേപോലെ തിരക്കുണ്ടാവും. അപ്പം നമ്മുടെ ഒരു സ്ഥിരം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സ്ഥിരം അങ്ങനെയുള്ളതും ഉണ്ട്. ചിലർക്ക് ചായ രാവിലെ എണീറ്റാൽ ചായ കിട്ടണം, ചായയും ന്യൂസ് പേപ്പറും. കാരണം അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ന്യൂസ് പേപ്പർ ഏതെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ പത്രം വായിക്കും, ആ ചായയും കുടിച്ചിട്ട്. ഒരുപാട് ശീലങ്ങളുണ്ട് നമുക്ക്. ഇതെല്ലാം എവിടെ നിന്നാണ്, ആരാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്? ഈ ഗുണങ്ങളാണ്.
ഗീത നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചെയ്തികളും ഉണ്ടാകുന്നതിൻ്റെ പിറകിലുള്ള അർജുനൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ. പാപം ചെയ്യുന്ന കാര്യമാണ് അർജുനൻ്റെ ചോദ്യം. കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ എന്നാണ്. അനിച്ചന്നഭിവാർഷ്ണയ ബലാദിവ നിയോജിത. അവിടെ എന്താ ഭഗവാൻ പറഞ്ഞ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. ഈ രജോ ഗുണത്തിൽ നിന്നാണ് ഈ ഏടാകൂടങ്ങളുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടുന്ന് ക്രിമിനൽ മൈൻഡുകളെല്ലാം രജോ ഗുണത്തിലാണ്. നല്ല എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന ആള് ഭാര്യ വെള്ളം എടുക്കാൻ, എടീ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്ക് എന്ന് പറഞ്ഞു. എടുക്കാം, വരുന്നു കേട്ടാ. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ കുട്ടി എന്തോ ചോദിച്ചു. അപ്പോൾ ഒന്ന് അവർ അങ്ങോട്ട് പോയി. അപ്പം ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ എരിഞ്ഞിട്ടിങ്ങനെ എരിവ് കൊണ്ട് കുറച്ച് വെള്ളം വേഗം കിട്ടണേ, ആ തണുത്ത വെള്ളം അങ്ങനെ തന്നെ കുടിക്കണം, കൊടകൊടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് വൈകുമ്പോഴേക്ക് മൂപ്പരെന്തോ പ്ലേറ്റ് എന്തൊക്കെയോ എടുത്ത് ഒരൊറ്റയടി ടേബിളിൽ. നിന്നോടല്ലടി വെള്ളം എടുക്കാൻ പറഞ്ഞ മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ കഴിച്ചതാണ് ആ മനസ്സായി അവിടെ വരുന്നത്. ആ മനസ്സാണ് വാക്കാവുന്നതും പ്രവൃത്തിയാവുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞ ഗോതമ്പ് ദോശയാണ് ഇയാൾ കഴിച്ചെങ്കിലോ മൂപ്പരനെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോളൂ, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് സ്പോണ്ടേനിയസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ എന്താ പറയുക, മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജയിലുകളിലെല്ലാം സാത്വിക ആഹാരം മാത്രമേ കൊടുക്കാവൂ. അതൊരു ശിക്ഷ പോലെ അവരങ്ങോട്ട് സ്വീകരിച്ചോട്ടെ, ജീവൻ നിലനിൽക്കുമല്ലോ. അതും ഈ കുറേ ആളുകളുണ്ട്, ഓരോരോ ആക്ടിവിറ്റി, ക്രിമിനൽ ആക്ടിവിറ്റി എന്തൊക്കെയാണോ ചെയ്തത് അതിനനുസരിച്ച് അവർക്കൊരു മെനുവും കൂടെ വേണം. വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് ജയില്. അതിനും കൂടെ ഉള്ളതാണ് ജയിലിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ്. വെറുതെ അവരെ കൊണ്ടുപോയി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രമല്ല, അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് വരുമ്പോൾ അവരൊരു മാറിയ ഒരാളാവണം. അങ്ങനെ മാറിയ ആളാവാൻ അവരെ വെറുതെ ഇങ്ങനെ അഴിക്കുള്ളിലിട്ടാൽ മതിയോ? പോരാ. രാവിലെ എന്ത് കൊടുക്കണം? കുറച്ച് ചെറുപയർ മുളപ്പിച്ചത്, അതും ഒരു ഗ്ലാസ് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ജീരക വെള്ളം. ചായയും കൊടുക്കരുത്, കാപ്പിയും കൊടുക്കരുത്. അപ്പം തന്നെ ഇവന് എന്താ പറയുക, വേറെ പീഡനത്തേക്കാൾ മൂപ്പർക്ക് തോന്നുന്നു വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. പക്ഷെ നാളെ ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടും. അതിൻ്റെ ഗുണം ഉണ്ടാവും. ഉച്ചയ്ക്ക് കൊടുക്കുന്നതിനും രാത്രി കൊടുക്കുന്നതിനും എല്ലാം ശുദ്ധ സാത്വികമായ ആഹാരം മാത്രം കൊടുക്കുക. മാറ്റം ഉണ്ടാവും ഈ ആളിൽ. തൂക്കിലിടാൻ വിധിച്ചവനാണെങ്കിലും സാത്വിക ആഹാരം കൊടുക്കുക. കാരണം ഗീത പറയുന്നത് ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി ഇയാളുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി അവസാനിക്കുന്നില്ല. കാരണം അതിനെ കുറേയും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അവൻ അടുത്ത ഒരു യാത്ര അവൻ നടത്തുന്നുണ്ട്. അവൻ്റെ സംസ്കാരം, സഞ്ചിത കർമ്മം, അനുകൂലമായ മറ്റൊരു അവൻ ഈ ചെയ്യാൻ ആക്ടിവിറ്റിക്ക് അനുസൃതമായ ഒരു ചുറ്റുപാടിൽ അവൻ ജനിക്കുന്നു. എന്നിട്ട് അത് തുടരും. അല്ലാത്തൊന്നാണ്. ഈ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, അൺബിലീവബിൾ എന്ന് പറഞ്ഞു. ഒരു ട്രൂ സ്റ്റോറിയാണെന്നാണ് പറയുന്നത്, ട്രൂ ഇൻസിഡൻ്റ് ആണ്. ഒരാൾ ഒരുപാട് സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുള്ളതാണ്. പ്രായമുള്ള 85 വയസ്സുള്ള ഒരു സ്ത്രീയെ പോലും റേപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 13-14 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയെ. ആ സിനിമ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. ആ കുട്ടി ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ
അതിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, അവരോട് പറഞ്ഞു, അതിൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു. പോലീസ് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. ആദ്യം ഒരാൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്, ആദ്യം മുതൽ പറയാൻ പറഞ്ഞു. ആ കുട്ടിയെല്ലാം പറഞ്ഞു. പിന്നെ കാണാൻ വേറൊരു ഡിറ്റക്റ്റീവ് വന്നു. അവർ ചോദിച്ചു, എന്താണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പോരാ, ഞങ്ങൾക്കിത് വേണം എന്ന് പറഞ്ഞ് വീണ്ടും അതിനെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വീണ്ടും ഹോസ്പിറ്റലുകാരുടെ വക റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചോദിക്കും. അപ്പം തന്നെ ഇതിന് വിധേയമാക്കപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ, ഇത് അമേരിക്കയിൽ നടക്കുന്ന കഥയായിട്ടാണ് പറയുന്നത്. മാനസികാവസ്ഥയൊന്നും പരിഗണിക്കാതെ ഇവരതിനെക്കുറിച്ച് ഇങ്ങനെ, അത് യാതൊരു ഇതുമില്ലാതെ അത് പറയുന്നുണ്ട്, ഞാൻ റേപ്പ് ചെയ്തു, എന്നെ റേപ്പ് ചെയ്തു എന്നുള്ളത്. എന്നിട്ട് അവസാനം എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ഇങ്ങനെ ഇവർക്കത് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല. കാരണം എവിഡൻസോ കാര്യങ്ങളോ അത് പറഞ്ഞു, എന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ്, മാസ്ക് ധരിച്ച ആളാണ്, ബാക്ക് പാക്ക് ഉണ്ട്, അതാണ് ഇതാണ്, ഇങ്ങനെ ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, കത്തി കാണിച്ചിട്ട് എന്നോട് എന്തെങ്കിലും അലറിയാൽ അപ്പം കൊല്ലുമെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് സംശയം വരാനൊരു കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ അമ്മ ഈ ഡിറ്റക്റ്റീവിനോട് പറഞ്ഞു, ഇതിന് കുറച്ച് വട്ടുകേസും ഉണ്ട് എന്ന് പറയാം ഈ കുട്ടിക്ക്. അപ്പോൾ അവർക്ക് കൂടുതൽ സംശയമായി. അവസാനം ചുരുക്കി പറഞ്ഞാൽ, ആ കുട്ടിയോട് ഇത് നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് പിൻവലിച്ച് ഞാനിത് കളവാണ് പറഞ്ഞത് എന്നുള്ളത്, അങ്ങനെ ഞാനിത് കളവാണ് പറഞ്ഞതെന്നും പറഞ്ഞ് അതിന് എഴുതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ $500 അതിന് ശിക്ഷ വിധിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഈ ബലാത്സംഗവീരൻ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അവസാനം വേറൊരു ടീമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഫോട്ടോയിൽ ഈ കുട്ടിയുടെ ഇതുമുണ്ട്. അവസാനം ഈ ഓഫീസർമാരുണ്ടല്ലോ, ഈ തല്ലിപ്പൊളിത്തരം ചെയ്ത് ഈ കുട്ടി വേറൊരു അറ്റോർണിയെ കണ്ട് അതിൻ്റെ കോമ്പൻസേഷനൊക്കെ വാങ്ങുന്നുണ്ട്, നല്ലൊരു എമൗണ്ട്. കുട്ടി ആ സ്റ്റേറ്റ് തന്നെ വിട്ടു പോവുക. പക്ഷെ അത് ആ കുട്ടി അവസാനം ഇവരോട് പോയിട്ട് പറയുന്നൊരു പറച്ചിലുണ്ട്, എന്നോട് സോറി പറയണം, നിങ്ങൾ മേലിത് ആവർത്തിക്കരുത് ആരോട്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, നിന്നങ്ങോട്ട് വിറപ്പിച്ച് കളഞ്ഞു ഇവന്മാരെ രണ്ടെണ്ണത്തിന്. എന്നിട്ട് ആ കുട്ടി പോയിട്ട് ഈ ലേഡി ഓഫീസർമാരെ ഫോൺ ചെയ്തിട്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് പറയുന്ന. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിക്കുന്നതിൻ്റെ പിറകിൽ ലോകത്തെ ഏത് ക്രിമിനൽ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന് അതിലൊരു സ്വാധീനം ഉണ്ട് എന്നാണ്. ഇതിപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ മുഴുവൻ ക്രിമിനൽസ് ആണെന്നോ, സസ്യാഹാരികൾ, അങ്ങനെയാണ്. ഹിറ്റ്ലർ സസ്യാഹാരിയാണ്. ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയതിൻ്റെ രാജാവാണ് മൂപ്പര്. അങ്ങനെ ഒരു വാദം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നേ ഇല്ല. പക്ഷെ അവിടെ പറയുന്നത്, അത് നിങ്ങളിങ്ങനെ പച്ചക്കറി തന്നെയാണ് ഇങ്ങനെ കഴിക്കുന്നതെങ്കിലും അതും ഈ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ അത് സ്വാധീനിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അന്നമയം ഹി സൗമ്യ മനഃ എന്നുള്ളത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം നടന്നിട്ടുള്ളതാണ്. അത് ഒരുപാട് പേര്, കാരണം നമ്മൾ ഈ ഉപനിഷത്ത് അതിനൊരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റൊക്കെ നടത്തുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഇരുത്തും, ഭക്ഷണം കഴിക്കാതെ 10-15 ദിവസത്തേക്ക്. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദിക്കും, വേദം ചൊല്ലാൻ പറയും. അവൻ പറയും, എനിക്കൊന്നും ഓർമ്മ വരില്ല. കാരണം എന്താ, ഒന്നും മനസ്സിൽ ഓർമ്മ വരുന്നില്ല. നമുക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്, കുറച്ച് മഴ കൊണ്ടുണ്ട്, അതായിരിക്കണം. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചു വരാൻ പറഞ്ഞിട്ട് നമുക്കും അങ്ങനെയാണല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം. മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ ഫുഡ് ചെല്ലണം. ആ ഫുഡ് നമ്മുടെ മനസ്സിൽ ചിന്തകളെ, വാക്കുകളെയൊക്കെ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അതും കൂടെയാണ് ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്ന്. ഇനി തുടർന്ന് ഈ 3 കൂട്ടരുടെ യജ്ഞങ്ങളെക്കുറിച്ച് പറയും. സാത്വിക, രാജസിക, താമസിക യജ്ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് 11ാമത്തെ ശ്ലോകത്തിൽ. അഫലാകാംക്ഷഭിർയജ്ഞഃ വിധിദൃഷ്ടോയ യുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികഃ. സാത്വികമായ യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സമൂഹത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് യജ്ഞം. യജ്ഞം എന്നുള്ള വാക്ക് വരുമ്പോൾ അതിൽ എന്താണ്, കൂട്ടായ്മകളുണ്ട്, അഹങ്കാരത്തെ മാറ്റി നിർത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു യഷ്ടവ്യം. യഷ്ടവ്യം എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യേണ്ടതു തന്നെ. വീണ്ടും വീണ്ടും പറയട്ടെ, ഇഷ്ടിക നിരത്തി സ്വാഹ എന്ന് പറയുന്നത് മാത്രമല്ല യജ്ഞം. ആ യജ്ഞമല്ല ഇവിടെ പറയുന്നത്. ഭഗവത്ഗീത യജ്ഞശബ്ദം 4ാം അധ്യായത്തിൽ വിസ്തരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല യജ്ഞങ്ങളും. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യജ്ഞം ജ്ഞാനയജ്ഞം എന്ന് ഭഗവാൻ പറയുന്നത്. ഓരോരോ യജ്ഞങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യയജ്ഞം, കാശ് കൊണ്ട് ചെയ്യുന്ന യജ്ഞം. അപ്പം യഷ്ടവ്യം ഏവ, യജ്ഞം ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് എന്ന് മനസ്സിനെ സമാധായ ഉറപ്പിച്ചിട്ട് വിധിദൃഷ്ട, എന്താണോ വിധിച്ചിട്ടുള്ളത്. അപ്പോൾ വേദം യജ്ഞത്തിനെ അനുശാസിക്കുന്നത് എന്താണ്? സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഹോമത്തെ നമുക്ക് സങ്കല്പിക്കാം. യജ്ഞത്തെ ഇഷ്ടിക നിരത്തിയിട്ടുള്ളത്. ഈ അഗ്നികുണ്ഡത്തിലേക്ക് ഹവിസ്സിനെ അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അവസാനം എന്താണ്? അഗ്നേ സ്വാഹ ഇദം നമമ എന്നാണ്. അഗ്നേ സ്വാഹ, അഗ്നിക്കും സ്വാഹയ്ക്കും, അഗ്നിയുടെ ഭാര്യയായിട്ടുള്ള സ്വാഹ, നിങ്ങൾക്കാണിത്, നിങ്ങളുടേതാണ്, നിങ്ങളാണ് ഇതിൻ്റെ അവകാശി. ഇദം നമമ, ഇതെൻ്റേതല്ല. എല്ലാ യജ്ഞങ്ങളുടെയും പരമപ്രധാനമായിട്ടുള്ള താല്പര്യം അതാണ്, എൻ്റേതല്ല എന്ന് പറയാൻ. അങ്ങനെയുള്ള യജ്ഞമാണ് വിശ്വജിത്ത് എന്ന് പറയുന്നത്. വിശ്വത്തെ ജയിക്കാനുള്ള യജ്ഞം എന്താണ്? ഉടമസ്ഥതയെ കൈയൊഴിയല. ആ യജ്ഞത്തിൻ്റെ ആരംഭമാണ് കഠോപനിഷത്ത്. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ട്. മഹാബലിയുടെ, വാമനൻ്റെ, മഹാബലി നടത്തുന്ന വിശ്വജിത്ത് യജ്ഞം. ഉടമസ്ഥത കൈയൊഴിയാത്ത മഹാബലി എത്ര വേണമെങ്കിൽ ചോദിക്കൂ, ഞാൻ തരാമെന്ന് പറഞ്ഞത് തെറ്റാണത്. മഹാബലി ട്രാപ്പിലായി വാമനൻ്റെ. നമ്മളും അങ്ങനെയാണ്. അപ്പോൾ മഹാബലി സാത്വിക യജ്ഞമാണോ ചെയ്തത്? അല്ല, രാജസികമാണ്. അപ്പോൾ യഷ്ടവ്യം ഏവ ഇതി മന സമാധായ, അത് മനസ്സിനെ ഉറപ്പിച്ചിട്ട് വിധിദൃഷ്ട, വിധിയാൽ പറയപ്പെട്ടിട്ടുള്ള യഹ യജ്ഞ, യാതൊരു യജ്ഞം അഫലകാംക്ഷിഭിഹി, അതാണ് പ്രധാനം. ഫലകാംക്ഷയില്ലാതെ, എനിക്ക് എന്ന ചിന്തയില്ലാതെ യുജ്യതേ, ആരാണ് യജിക്കുന്നത്? സഹ സാത്വിക, അത് സാത്വികമാണ്, സിമ്പിളാണ്. ഞാനെന്നും എൻ്റേതെന്നും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുള്ള കർമ്മം. അവിടെ പിന്നെ എന്താ? ലോകഹിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സാത്വികമായിട്ടുള്ള യജ്ഞമാകുന്നു. അടുത്തത് അഭിസന്ധായതു ഫലം ദംഭാർത്തമപി ചൈവയത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. രജോ ഗുണപ്രധാനമായിട്ടുള്ള യജ്ഞം ഭഗവാൻ പറയുന്നു.
എന്താണ്? ഹേ അർജുന, ഭരതശ്രേഷ്ഠ, ഫലം അഭിസന്ധായ. നമ്മൾ ഭാഗവതം കേൾക്കാൻ പോകുന്ന മുത്തശ്ശിയെ കൊണ്ടുപോയ കൊച്ചുമോൻ്റെ അവസ്ഥ. എനിക്കെന്ത് കിട്ടും? രാമകൃഷ്ണദേവൻ പറയും കൈക്കോട്ട് മനോഭാവം. കൈക്കോട്ട് ഇങ്ങനെ വെട്ടിയാൽ മണ്ണ് ഇങ്ങോട്ടേക്കാണ് വരിക. എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് കിട്ടും? അങ്ങനെയുള്ള ഫലം അഭിസന്ധായ, ഫലത്തെ കാക്ഷിച്ചിട്ട്, ദംഭാർത്ഥം, പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നവനാണ്, എൻ്റെ ഔദാര്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നതാണ്. ചിലരൊക്കെ അമ്പലത്തിനൊക്കെ ചിലത് വഴിപാടൊക്കെ ആയിട്ട് കൊടുക്കുകയും എന്നിട്ട് മൂപ്പര അവിടെ നിൽപ്പുണ്ട് നടയിൽ. ആ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയോ? എടോ ഭഗവാനെ എന്നുള്ളതാണ് വിളിയാവട്ടെ. ആ രീതിയിലാണ്. പിന്നെ ഭഗവാൻ ഇരുട്ടിൽ കഴിയണ്ടല്ലോ. അതുകൊണ്ട് ഞാനെന്ത് തീരുമാനിച്ചു? ഇവിടെ ഒരു മെർക്കുറി ആവാമെന്ന് കരുതി. അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഭഗവാന്റെ എന്ത് കാര്യത്തിനും ഒരു മുടക്കുണ്ടാവരുതെന്ന് ഞാൻ ഇവിടെയുള്ള കമ്മിറ്റിക്കാരോട്, പ്രസിഡൻറ്റിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഭഗവാന്റെ ഒരു കാര്യത്തിനും ഒരു മുടക്കം വരരുത്. നോക്കണേ ഈ അഹങ്കാരി, ഈ വിശ്വവിധാതാവിന് ഒരു മുടക്കം ഉണ്ടാവരുത്, ഞാൻ നിറവേറ്റിത്തരും. ഇങ്ങനത്തെ കുറേ മണ്ടന്മാരുണ്ട്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ ചിലരെയൊക്കെ പിക്ചർ ഓർമ്മ വരുമല്ലോ. ദൈവത്തിൻ്റെ കാര്യം ഞാൻ ഇന്നേ വരെ ഒരു മുടക്കവും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളെ നിന്ന് വസൂലാക്കുന്നത് ഇതും പറഞ്ഞിട്ടാണ്. അതാണ് വേറൊരു രസം. നിങ്ങൾ ഈ ട്രാപ്പിൽ വീണതാണ്. ഭഗവാനൊക്കെ കൊടുക്കാൻ നമ്മളാര്? ഇപ്പം ഈ അമ്പലത്തിലേക്കൊക്കെ കൊടുക്കുന്നത് അമ്പലത്തിൻ്റെ നിത്യനിദാന ചിലവുകൾ നടക്കാനും പൂജാരിക്ക് കാശ് കൊടുക്കാനും അവിടെ വല്ല ഇലക്ട്രിക് ബില്ല് അടയ്ക്കാനും ഒക്കെ. അല്ലാതെ ഭഗവാന് കൊടുക്കാൻ നിങ്ങളാര്? അങ്ങനെയൊന്നും തോന്നിയേക്കരുതേ. തോന്നിയാൽ പെട്ടു. അപ്പോൾ പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നക്കാപ്പിച്ചയ്ക്ക് കാത്തിരിക്കുന്ന ഒരാൾ. അതല്ലേ നിങ്ങൾ അതുകൊണ്ട് അർത്ഥാക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ കൊടുക്കൽ ഏത് ഗണത്തിൽ പെടും? ഇതാണ്. ആ കൊടുക്കലിനെ കുറിച്ച് വരാൻ പോകുന്നുണ്ട്. ആർക്ക് കൊടുക്കുകയാണെങ്കിൽ. അപ്പം ദംഭാർത്ഥം, ആ ഡംബ് കാണിച്ചിട്ട്, ദംഭാർത്ഥം അപിയേവ യത് യുജ്യതേ, എന്തൊക്കെയാണോ ചെയ്യുന്നത് അവിടെ വലിയ പേരെഴുതി വയ്ക്കുക, ആളുകളെ കൊണ്ട് അത് പറയിപ്പിക്കുക, മൈക്ക് സെറ്റിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് സ്പോൺസർ ചെയ്തത് ഇന്ന ആളാണ്, ഇന്ന ആളാണ്, ഇന്ന ആളാണ്, അയാളുടെ നക്ഷത്രം പറയുക, അയാളുടെ ഭാര്യയുടെ പേര്, കുട്ടികളുടെ പേര്, ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുമ്പം തന്നെ മറ്റുള്ളവർക്കൊക്കെ ഓ അല്ലേ. നോട്ടീസിലടിക്കുക, പറ്റിയ ഫോട്ടോവും വയ്ക്കുക. ഈ ചില കമ്പനിക്ക് ചില ആളുകളൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്യും. ജ്വല്ലറികളും അവർ വരും, അവരുടെ പ്രോഡക്റ്റ് നാട്ടുകാരെ അറിയാൻ വേണ്ടിയിട്ട്. ഈ ആളുകൾ ഇതൊക്കെ പേരെഴുതി വിടുന്നത് എന്താ? ഈ ഗണത്തിലാണ് പെടുക. ഇത്രയേ ഉള്ളൂ. തുടർന്ന് ഇവരുടെയൊക്കെ മൂത്താശാരിയുടെ ഇത് പറയുന്നുണ്ട്. മൂത്താശാരി എന്നുള്ള പ്രയോഗം ജാതി പറയുന്നതല്ലേ, ഇവരുടെയൊക്കെ മൂത്ത ആൾ പറയാം. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാ വിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ഇവരുടെ യജ്ഞം ഫുൾ കോമഡിയാണ്. വിധിഹീനം, യാതൊരു വിധിയില്ല, ഒരു ശാസ്ത്രവിധിയില്ല. അസൃഷ്ടാന്നം, വല്ല അന്നദാനവും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അദക്ഷിണം, ഈ ചെയ്യാൻ വിളിച്ച ആൾക്ക് എന്തെങ്കിലും കൂലി കൊടുക്കുമോ, ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അദക്ഷിണം. ശ്രദ്ധാവിരഹിതം, യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ഇല്ല. അങ്ങനെയുള്ള യജ്ഞം താമസം പരിചക്ഷത. വീട്ടിൽ ഗണപതി ഹോമമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ആ തിരുമേനി വന്ന് പാവം പൊലച്ചയ്ക്ക് എണീറ്റ് വന്നതാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നായ കടിക്കാനൊക്കെ ഓടിയിട്ട് ഇയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് സൈക്കിളൊക്കെ എടുത്ത് വന്നതാണ് ആ പാവം. എല്ലാം നന്നായി നടത്തി കഴിഞ്ഞിട്ട് ഇവനോട് പറയാ, എന്താ നിൻ്റെ ഗൂഗിൾ പേ നമ്പർ എത്രയാ?
സാറേ എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ല. അതെയോ, നീ എന്തൊരാളാണിടോ, ഗൂഗിൾ പേ ഒക്കെ വേണ്ടേ? ഒരു കാര്യം ചെയ്യൂ, നാളെ വാ. പിന്നെ നാളെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. പിന്നെ അവസാനം അവൻ മതിയാക്കും. ഇതാണ് ഇവന്മാരുടെ പരിപാടി എല്ലായിടത്തും. എവിടെ 10 പൈസ ആർക്കും കൊടുക്കില്ല, ഒന്നിനൊരു വിധിയില്ല, എല്ലാം ഇതാണ്. ഇതിനെ നമുക്ക് വിസ്തരിക്കാം കാലത്തിനനുസരിച്ച്. ബാക്കി നാളെ ആക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.